കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത വിധം അത്യന്തം നാടകീയവും പ്രകോപനപരവുമായ സംഭവ വികാസങ്ങൾക്കാണ് സംസ്ഥാന തലസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രോട്ടോകോളും സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ച് ഇടിച്ചു കയറിയതാണ് പുതിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഭരണപ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഈ ഒരൊറ്റ സംഭവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കേരള രാജ്ഭവന്റെയും സർക്കാരിന്റെയും ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സന്നിഹിതരായ വേദിയിലേക്ക് കർശനമായ സുരക്ഷാ പരിശോധനകൾ നിലനിൽക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അപ്രതീക്ഷിതമായി കടന്നു വന്നത്. തുടക്കം മുതൽക്കേ അതീവ രഹസ്യമായാണ് രാഹുൽ ഈ ഒരു നീക്കത്തിനായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇത്തരം പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് നിലവിൽ സ്ത്രീ പീഡന കേസിൽ പ്രതിസ്ഥാനത്തുള്ള രാഹുലിന് എത്താനായതെന്നാണ് ആരോപണം. ഈ സംഭവത്തെ തുടർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോര് മുമ്പെങ്ങുമില്ലാത്ത വിധം കടത്തിരിക്കുകയാണ്. ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങിൽ ഇത്തരം പ്രവണത ഉണ്ടാകരുതായിരുന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇത്തരം അരാജകത്വ നടപടികൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും അതിനെ നിയമപരമായി നേരിടുമെന്നും അവർ വ്യക്തമാക്കി. രാഹുൽ കാണിച്ചത് വെറും വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടിയുള്ള നാടകമാണെന്നാണ് ഇടതുമുന്നണിയുടെ ആക്ഷേപം. മാധ്യമ ശ്രദ്ധ നേടാനും സ്വന്തം പാർട്ടിയിലെ സ്ഥാനം ഉറപ്പിക്കാനും വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച ഈ ആവേശം കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. VIP സുരക്ഷയുള്ള മേഖലയിൽ അതിക്രമിച്ചു കയറിയതിന് രാഹുലിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് ഈ ഒരു സംഭവം വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്റലിജൻസ് വിഭാഗത്തിനുണ്ടായ വലിയൊരു പരാജയമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഭരണതലപ്പത്തുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിന്റെ സുരക്ഷാ വിവരങ്ങൾ എങ്ങനെ ചോർന്നു എന്നതിനെ കുറിച്ചും രാഹുലിന് എങ്ങനെ ഇത്രയും അനായാസമായി അകത്തു കടക്കാൻ കഴിഞ്ഞു എന്നതും ചോദ്യമുയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും ഈ വിഷയം വലിയ രീതിയിലുള്ള ചേരിതിരിവിനാണ് കാരണമായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീക്കത്തെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് അനുഭാവികൾ വലിയ രീതിയിലുള്ള പ്രചാരണമാണ് നടത്തുന്നത്. യുവജനതയുടെ സിംഹം എന്ന രീതിയിലാണ് അവർ രാഹുലിനെ ചിത്രീകരിക്കുന്നത്. എന്നാൽ നിയമത്തെയും ജനാധിപത്യ മര്യാദകളെയും വെല്ലുവിളിക്കുന്ന ഇത്തരം പ്രവണതകൾ വെച്ച് പൊറുപ്പിക്കരുതെന്ന നിലപാടിലേക്ക് മറുപക്ഷം നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം തലസ്ഥാന നഗരിയിൽ UDF LDF പ്രവർത്തകർ തമ്മിൽ പലയിടങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വലിയൊരു രാഷ്ട്രീയ പ്രതിരോധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നൽകേണ്ടിയിരുന്ന നല്ലൊരു വാർത്താ പ്രാധാന്യത്തെ പൂർണ്ണമായും മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ഇത് സർക്കാരിന്റെ നയതന്ത്രപരമായ പരാജയമായി പോലും ചിലർ വിലയിരുത്തുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ആ അപ്രതീക്ഷിത ഇടിച്ചുകയറൽ കേരള രാഷ്ട്രീയത്തെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നുറപ്പാണ്. സുരക്ഷാ വീഴ്ചകളെ കുറിച്ചുള്ള അന്വേഷണങ്ങളും രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും.